ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഞങ്ങളിപ്പോൾ ലേക്ക് കനോപ്പി റിസോർട്ടുണ്ട് ആലപ്പുഴ, അങ്ങോട്ട് പോവാണ്. വെറുതെ നമ്മളായിട്ട് പോകുന്നത് മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് ഫ്രഷറായിട്ട് ജോയിൻ ചെയ്ത സമയത്ത് പല പല കോളേജിൽ നമുക്ക് കിട്ടിയ ഫ്രണ്ട്സാണ് കേട്ടോ. അവരുടെ ഫാമിലീസൊക്കെ ആയിട്ട് ഗെറ്റ് ടുഗദർ പോലെയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് 16th December ആണ്. ഇപ്പോൾ രാവിലെ 7:30 ആയിട്ടുണ്ട്. 8:30 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ട്രിവാൻഡ്രത്തുനിന്ന്. അപ്പം ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതൊന്ന് ബ്ലോഗ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ വെൽക്കം. ഹലോ, അയ്യോ ഹലോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് 8:30 ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും 9 മണിയൊക്കെ ആയി ഇറങ്ങിയപ്പോൾ. ഇനി അവിടെ ചെന്നിട്ട് കാണാം അല്ലേ കുഞ്ഞു? ഇനി ഉറങ്ങാൻ റെഡി ആയിട്ടുണ്ടല്ലേ? ആലപ്പുഴ കണ്ടോ, എന്തൊരു ഗ്രീനറിയാന്ന് നോക്കുക. ഏകദേശം 2 മണിയായപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തി. അങ്ങനെ റൂട്ടൊന്നും അത്ര കൺഫ്യൂസിങ് അല്ലായിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി കറക്റ്റായിട്ട് തന്നെ എത്തി. പിന്നെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ഗേറ്റൊക്കെ തുറന്നു, നമ്മുടെ കാറ് പാർക്ക് ചെയ്തു. പിന്നെ പെട്ടിയൊക്കെ അവർ തന്നെ എടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഫ്രണ്ടിലെ വ്യൂ ആണ് ഇത്. അവിടുത്തെ ലോണും അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ റിസപ്ഷന് തൊട്ട് മുന്നേ നിൽക്കുമ്പോൾ കാണുന്ന വിഷ്വൽസാണ് ഇതൊക്കെ. ഹലോ ഗൈസ്, ഹലോ ആർദ്രക്കോർ, സേ ഹായ്. യോറുട്ടി ഒരു ഹായ് പറയൂ. ഹായ് ആത്തു വന്നു. അങ്ങനെ റിസപ്ഷനിൽ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിൽപ്പുണ്ടാവും. ചന്ദനമൊക്കെ തൊടിപ്പിച്ചിട്ടാണ് നമ്മളെ കയറ്റുക. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അതും തന്നു. പിന്നെ നമ്മൾ കീ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ റൂമിൽ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഏത് റൂമാണ്, നമ്മളൊരു 10 ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പം കറക്റ്റായിട്ട് ഏത് റൂമാണ് എല്ലാവർക്കും എന്നൊക്കെ നോക്കാനും ഏത് റൂം വേണം നോക്കാനും അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്തൊന്നുമില്ല. ഫസ്റ്റ് വരുന്നവർ ഫസ്റ്റ് കിട്ടിയ റൂം കയറുക. പോകുന്ന വഴിക്ക് നമ്മളെല്ലാവരും സംസാരിച്ചും എല്ലാ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പോവുകയാണ് അങ്ങോട്ട്. പോകുന്ന വഴിക്ക് നല്ല രസമായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നല്ല ഇമ്പ്രസീവായിട്ട് തോന്നി. അവർ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടും സെറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റൂമിൽ കയറാതെ മുകളിലോട്ടാണ് ആദ്യം പോയത്. അവിടെ ക്യാൻറ്റീൻ ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നല്ല വിശപ്പായിരുന്നു. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ കഴിച്ചതാണ്. 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വിശന്ന് കുടൽ കരിഞ്ഞു. അങ്ങനെ പോയിട്ട് അപ്പം തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു നമ്മൾ. അപ്പോൾ ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ. ഒരു റൂം ടൂർ പോലെ പെട്ടെന്ന് പറയാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻ്റർ ആകുമ്പോൾ കാണുന്ന തന്നെ റൂമാണ്. സൈഡിലൊരു ചെറിയ സ്പേസ് ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. അത്യാവശ്യം വലിയ ബെഡാണ്, അത്യാവശ്യം വലിയ റൂമാണ്. എല്ലാം നമുക്ക് എന്താ പറയുക, നല്ല ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ തന്നെ. പിന്നെ സൈഡിൽ 2 ചെയറും അതുപോലെ തന്നെ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. സോറി, തുറന്ന് കിടക്കുന്ന വ്യൂ മുറിയായിരുന്നു. ഇവിടെ
കയറി വരുമ്പോൾ സൈഡിൽ തന്നെയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമുക്കിവിടെ കബോർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മിറർ ഉണ്ട്, പിന്നെ ഒരു ടേബിളിൽ കുറച്ച് സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രൈസ് നമ്മൾ പേ ചെയ്യണം. നമ്മളെടുത്തില്ല കേട്ടോ അവിടുന്ന്. പിന്നെ ഇതാണ് ബാത്റൂം. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി, എല്ലാം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ലേക്ക് അടുത്ത് തന്നെ കേട്ടോ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പൂളുണ്ട് അവിടെ, ജിം ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ ഒന്നും പോയില്ല. പൂൾ ലക്ഷ്യമാക്കിയാണ് ഫസ്റ്റ് തന്നെ പോകുന്നത്. പിന്നെ കുറച്ച് ദൂരം കഴിയുമ്പോൾ നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് ഊഞ്ഞാലും അതുപോലെ തന്നെ സ്ലൈഡറും പിന്നെ ബാസ്ക്കറ്റ് ബോൾ, ഷട്ടിൽ കളിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ പോയി കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. ഹലോ, അല്ല ഇത് ഭയങ്കര ഈസിയാണെന്ന് ചോദിച്ചാൽ അങ്ങ് പോയിട്ടാണ്. കിട്ടി, ചിരിച്ചോ, സൂപ്പർ ചിരി. എല്ലാവരും കഴിഞ്ഞു എടുത്തേക്കാം. പൂളിലിറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ക്ഷീണിക്കും. എല്ലാം എടുത്തിട്ടുണ്ട്. കാക്ക ഒന്ന് കാക്ക ആരുടെ ഫോൺ അടിക്കുന്നുണ്ട്? മോൻ എന്ത് വിചാരിച്ചു? പിന്നെ നമ്മുടെ കൂട്ടത്തിലൊരു ഫ്രണ്ട് നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ക്രിസ്മസ് സെലിബ്രേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ട്രീയും അതുപോലെ തന്നെ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി. ജസ്റ്റ് നമ്മൾ അവിടെ തന്നെ ഈവനിങ് ഒന്ന് സെറ്റ് ചെയ്തു. കുഞ്ഞിനെ കൈ പിടിക്കാൻ വേണ്ടേ? പിള്ളേർ വിചാരിച്ച സാധനം വേണ്ടേ? ലുബ്രോ കളിക്കുന്നില്ലേ? നമ്മൾ അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചൊക്കെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ ബട്ടർ നാൻ, ഫ്രൈഡ് റൈസ്, ചിക്കൻ, ചില്ലി ചിക്കൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. ഫ്രൂട്ട് സലാഡ് അങ്ങനെയൊക്കെ കേട്ടോ. നല്ലായിരുന്നു എല്ലാം. പിന്നെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ എണീറ്റു. കാരണം നമുക്ക് അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ജസ്റ്റ് പെഡൽ ബോട്ടുണ്ട്, അതിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഉണർന്നിരുന്നു.
നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല രസമായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. നിറയെ ഇലകളും ചെടികളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ബോട്ടിങ് ചെയ്തു. പിള്ളേരൊക്കെ കൂടെ നല്ല രസമുണ്ടായിരുന്നു. മാറി മാറി ഓരോരുത്തരായിട്ട് ചെയ്തു. ഇതിന്റെ ഉള്ളിൽ നിന്ന് വ്ളോഗിംഗ് ഉണ്ട്. ഏയ് ക്യാമറ വുമൺ. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളൊരു ഫാമിലി ആയിട്ട് നിങ്ങൾ എന്താ അതെ തള്ളേ ഉള്ളൂ. അതെ ഒരു ഹായ് പറഞ്ഞോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശന്നു. നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നു. അവിടെ ബുഫേ ആയിരുന്നു, കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ ടേസ്റ്റ് ചെയ്തു. എല്ലാം നല്ലതായിരുന്നു. സമയമെടുത്ത് നമ്മൾ ആസ്വദിച്ച് സംസാരിച്ചൊക്കെ കഴിച്ചു നിറച്ച് ഫുഡ്. ലൂക്ക് ബ്രോ ആൻഡ് ഫാമിലി. ഇതേ പോണുണ്ട്. ഹലോ പോലെ മേഡം ഇങ്ങോട്ടാ പോന്നു. ആ പോ. പിന്നെ ലേക്ക് കനോപ്പിക്കാർ നമുക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് കട്ടിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മൾ. ആ മാസം ബർത്ത്ഡേ ഉണ്ടായിരുന്ന കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ആരാടാ കാതറീൻ പാടിയത്? അവനെ സൂം ചെയ്യും, അവനെ സൂം ചെയ്യും. Happy birthday to you. Happy birthday, Addu and Ardra and Meenu and all of us. Vanya. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് സ്റ്റെപ്പൊക്കെ ഷടേന്ന് പഠിച്ച് അങ്ങനെ ഒരു ഡാൻസും ചെയ്തു. വളരെ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ട്രിപ്പ്. നല്ല ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. ഇനി ഇങ്ങനെയൊക്കെ കൂടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.